നമുക്ക് ബാങ്ക് ജോലിക്ക് എങ്ങോട്ട് കയറണമെങ്കിൽ, അതായത് മെയിൻ ആയിട്ട് ജോലി ലഭിക്കണമെങ്കിൽ നമ്മൾ ആരെ എന്താക്കണം, കൈപ്പിടിയിൽ ഒതുക്കണം? മെയിൻസ് എക്സാമിന് അല്ലെ? അതായത് മെയിൻസ് എക്സാമിന് നമ്മൾ മാക്സിമം മാർക്ക് വാങ്ങിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ജോലി കിട്ടുള്ളൂ. അപ്പോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, സാർ ഞങ്ങൾക്ക് മെയിൻസിന്റെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മെയിൻസിന്റെ എക്സാംസിന് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ബാങ്ക് ഗോൾഡ് ബാച്ച് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന SBA PO, SBA ക്ലർക്ക്, അതേപോലെ അപ്കമിങ് എല്ലാ എക്സാംസിനുള്ള കോച്ചിങ്ങിനായിട്ട് റെഡിയാണ്. 4 ലെവലായിട്ടാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് അടക്കം ഈ ബാങ്ക് ഗോൾഡ് ബാച്ചിന്റെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. AI പ്രോഗ്രസ് ട്രാക്കർ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു കുട്ടി ആയിക്കോട്ടെ, ലെവൽ 1 നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ദെൻ ലെവൽ 2 നിങ്ങളുടെ വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ്, അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് PO ലെവലിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ട്രെയിനിങ്ങും അടക്കം ഈ ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, കൂടുതൽ അറിയാനായിട്ട് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താണ്. ഓക്കെ, ഒരുപാട് ആൾക്കാര്, ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ മെയിൻസിന് മാത്രമായിട്ട് കോച്ചിങ് ഉണ്ടോ എന്ന്. എൻട്രിയില് ഇപ്പോ മെയിൻസിന് വേണ്ടി മാത്രം ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി വെൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ പ്രീവിയസ് ഇയറിൽ IBPS ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളെ ചെയ്ത് പഠിപ്പിച്ച് എങ്ങനെയാണോ മെയിൻസിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ലെവലിലുള്ള ഹൈ ലെവൽ മോക്ക് ടെസ്റ്റുകൾ അടക്കം നിങ്ങൾക്ക് ഈ ബാച്ചിന് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 7736122215 എന്നുള്ള നമ്പറിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാച്ചിനെ കുറിച്ചും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും അപ്കമിങ് എക്സാംസിനെ കുറിച്ചും എല്ലാം നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഗൈഡൻസ് തരും. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം തന്നെ IBPSന്റെ പ്രധാനപ്പെട്ട എക്സാം ആയിട്ടുള്ള POന്റെയും ക്ലർക്കിന്റെയും, IBPS PO IBPS ക്ലർക്കിന്റെ പ്രധാനമായിട്ടുള്ള സിലബസ്, അതായത് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B എന്ന് പറഞ്ഞിട്ട് 45 ക്വസ്റ്റ്യൻസ് ആണ്, 60 മാർക്ക് ആണുള്ളത്. 1 മണിക്കൂർ സമയമാണ് POക്ക് ഉള്ളത്, 60 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്സ് ആണ്, 40 മിനിറ്റ്സ് ആണ്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻസ് ആണ്, 60 മാർക്സ് ആണ്, 45 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. ദെൻ ജനറൽ എക്കണോമി, അതായത് ബാങ്കിങ് അവയർനെസ്, GA എന്ന് പറയുന്ന ജനറൽ അവയർനെസ് അല്ലെ, എക്കണോമി ബാങ്കിങ് അവയർനെസ് ആയിട്ട് വരുന്നതിൽ 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 35 മിനിറ്റ് ആണ് സമയം. ഇവിടെ നമുക്കുള്ളത് ടോട്ടല് 155 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്സ് ആണ്, 180 മിനിറ്റ്സ് ആണ്. അതായത് ടോട്ടൽ നമുക്ക് വരുന്നത് 3 മണിക്കൂർ എക്സാം ആണ്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലെറ്റർ റൈറ്റിംഗും എസ്സേ ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 30 മിനിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ 157 ക്വസ്റ്റ്യൻസ്, 225 മാർക്സിൽ 3 മണിക്കൂറും 30 മിനിറ്റുമാണ് നമുക്ക് IBPS POന്റെ മെയിൻസ് എക്സാം നടക്കുക. ഓക്കെ, മെയിൻസിലേക്ക് വരുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പസിൽസ്, റീസണിംഗ് എടുക്കുകയാണെങ്കിൽ പസിൽസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം വേണ്ടി വരും. ഇംഗ്ലീഷ് ആയാലും ടൈം എടുക്കും. അതേപോലെ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും ടൈം എടുക്കും. അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്ര സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ആർക്കും ഫുൾ മാർക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ക്ലർക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ, 60 മാർക്കാണ്, 45 മിനിറ്റ് സമയമുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 35 മിനിറ്റ് സമയമുണ്ട്.
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ് ആണ്. GA ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ് സമയമാണ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻസ് 200 മാർക്സ് 160 മിനിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ക്ലിയർ? അപ്പൊ നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ടൈം വെച്ച് ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യാം? ഓൾറെഡി ഒരു കുട്ടി പ്രിലിമിനറി എക്സാം പാസ്സായിട്ടാണ് മെയിൻസിലേക്ക് വരിക അല്ലെ? അപ്പൊ അവിടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണോ മെയിൻസിലെ ക്വസ്റ്റ്യൻസ് വരിക ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. പിയോൻ ആണെങ്കിൽ IBPS പിയോന്റെ അതേ രീതിയിൽ വരുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. അത്ര ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് അതേ രീതിയിലുള്ള ഹൈ ലെവൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ടൈം വെച്ച് തന്നെ ചെയ്ത് പഠിക്കണം. ക്ലർക്കിനാണെങ്കിൽ ലെവൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ക്ലർക്കൽ ലെവലിന് അതേപോലത്തെ ടൈം ഞാൻ പറഞ്ഞല്ലോ, പിയോന്റെ എക്സാംസ് അതേ ടൈം വെച്ച് തന്നെ ചെയ്യണം, ക്ലർക്കിന്റെ എക്സാംസ് അതേ ടൈം വെച്ച് ചെയ്യണം. POക്ക് ആവുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ലെറ്റർ റൈറ്റിംഗും എസ്സേയും കൂടി കൂടെ തന്നെ ചെയ്ത് പോകണം. പറഞ്ഞ മനസ്സിലായോ? മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ ചില ആൾക്കാരുണ്ട്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. IBPS പിയോന്റെ മെയിൻസ് എക്സാം 3 മണിക്കൂർ 30 മിനിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 3 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ഇവിടെ 160 മിനിറ്റ് ആണ്. ഏകദേശം 2.5 മണിക്കൂറിൽ മേലെയുണ്ട്. അപ്പൊ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. കാരണം പ്രിലിംസിന് വേണ്ടി പഠിക്കണം, GA പഠിക്കണം. വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ അത് നല്ലതാണ്. മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. വീക്കിലി ഒരു 3 എണ്ണം, പറ്റില്ലെങ്കിൽ മിനിമം 2 എണ്ണം എങ്കിലും ചെയ്യണം. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ 3 മണിക്കൂറും 30 മിനിറ്റും നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്തു. ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിൽ കിട്ടുന്ന മാർക്ക് നോക്കി അയ്യോ എനിക്ക് മാർക്ക് കുറവാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ എന്ന് സന്തോഷിച്ച് അല്ലെങ്കിൽ വിഷമിച്ചത് അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. ഞാൻ അടുത്ത പറയുന്ന കാര്യങ്ങളാണ്. മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയത്തിനാണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അതിൽ ആവറേജ് ഉണ്ടാവും. മറ്റുള്ള കുട്ടികൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുടെ ആവറേജ് നോക്കാം. നിങ്ങൾ അവരിൽ മുന്നിലാണോ പിന്നിലാണോ എന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള അരിത്തമെറ്റിക് DAs ഉണ്ടാവും, കേസ്ലെറ്റുകൾ ഉണ്ടാവും, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. റീസണിംഗ് ആണെങ്കിൽ പസിൽസ് ഉണ്ടാവും, അതേപോലത്തെ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മനസ്സിലാക്കാം. ഇനി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 6 മാസത്തെ ജനറൽ അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ഡെയിലി GA പഠിച്ചു പോകുന്നുണ്ടാവും. ആ ഡെയിലി GA പഠിച്ചു പോകുന്നത് ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തന്നെ പഠിക്കണം. ഈസി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ. ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുമ്പോൾ ജനറൽ അവയർനെസിന്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ വീക്ക് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇംപ്രൂവ് ചെയ്യണം. ഇനി അനാലിസിസ് പ്രോപ്പർ ആയിട്ട് നടത്തിയതിനു ശേഷം വീക്ക് ഏരിയ ഇംപ്രൂവ്മെന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം. QAയിലാണ് നിങ്ങളുടെ ടൈം പോകുന്നത്, റീസണിങ്ങിലാണ് നിങ്ങളുടെ ടൈം. അതായത് ടൈം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ നിങ്ങൾ എവിടെയാണോ, റീസണിങ് ആണെങ്കിൽ പസിൽ എടുക്കുക. പസിൽ എടുത്തിട്ട് ടഫ് ആയിട്ടുള്ള പസിൽസ്, നമ്മൾ മെയിൻസ് ആണ് പഠിക്കുന്നത് അല്ലെ, മെയിൻസിന് ചോദിക്കുന്ന പസിൽസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇപ്പൊ ഒരു പസിൽ ചെയ്യാനായിട്ട് 5 ക്വസ്റ്റിന്റെ പസില് 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ടഫ് ആയിട്ടുള്ള പസിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വേഗം വേഗം ചെയ്യാം. അങ്ങനെ അത്ര ടൈമിനുള്ളിൽ, ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ എന്ത് ചെയ്യണം? സ്റ്റഡി പ്ലാൻ മാറ്റി ഇംപ്രൂവ് ചെയ്യാം. അതാണ് ഞാൻ അടുത്ത പറഞ്ഞത്, പ്രാക്ടീസ്. ഓരോ പോർഷനും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലെ?
പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്പീഡ് കിട്ടില്ല. വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്നു, പ്രാക്ടീസ് ചെയ്യാതെ മക്കളെ നിങ്ങൾക്ക് യാതൊരു സ്പീഡും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ ഒരു പസിലിന്റെ വീഡിയോ സൊല്യൂഷൻ കാണാണ്, ഓക്കെ സിമ്പിൾ ആണല്ലോ, ഇത്രയേ ഉള്ളൂ, ഹാപ്പി, ബുക്ക് അടച്ചു വെച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു പ്രതീക്ഷയും വേണ്ട, ചെയ്യാൻ പറ്റില്ല. ചെയ്ത് തന്നെ പഠിക്കണം, കഷ്ടപ്പെട്ട് ചെയ്ത് തന്നെ പഠിക്കണം. മനസ്സെത്തുന്നിടത്ത് കൈ എത്തണം എന്ന് പറയുന്ന പോലെ തന്നെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്യാതെ ഒട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, സ്പീഡ് കിട്ടില്ല. അതേപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് എക്സാം കഴിയുന്നോ, എന്ന് ജോലി കിട്ടുന്നോ, അന്ന് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചിലവരുണ്ട് ഈ വട്ടത്തെ എക്സാം കഴിഞ്ഞു, ഓക്കെ ഇനി റിസൾട്ട് വന്നിട്ട് ഞാൻ പഠിച്ചാൽ പോരെ. നിങ്ങൾക്ക് എക്സാം ചിലപ്പോൾ ഡിസംബറിലോ ജാനുവരിയിലോ കഴിയും, റിസൾട്ട് ഏപ്രിലാണ് വരുന്നതെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 3 മാസം നിങ്ങൾ എന്ത് ചെയ്യും, അത്രയ്ക്കും ബാക്കിലേക്ക് പോകും. ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എല്ലാ കാര്യങ്ങളും. നിങ്ങൾ അത്രയും നാളും കഷ്ടപ്പെട്ട് അത്രയും നാളും മെനക്കെട്ട് നിങ്ങൾ എത്തിയ ആ ലെവലിൽ നിന്ന് നിങ്ങൾ വീണ്ടും താഴോട്ട് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എത്ര ടോപ്പ് ആണെന്ന് പറഞ്ഞാലും പ്രാക്ടീസ് ചെയ്ത് നിർത്താൻ പാടില്ല. എക്സാമിന് മുന്ന് വരെ പ്രാക്ടീസ് ചെയ്യണം. അല്ലയോ? നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക് എന്ന് കണ്ടുപിടിച്ച്, എവിടെയാണോ നിങ്ങൾ കുറെ സമയം പോകുന്നതെന്ന് കണ്ടുപിടിച്ച്, ആ ടോപ്പിക്കിന് നിങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഗോൾഡ് ബാച്ചിന്റെ കണ്ടോ സിലബസ് കവറിങ്, സിലബസ് പഠിച്ചു കഴിഞ്ഞു, വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ് ആണ്, വീക്ക്നെസ് കണ്ടുപിടിച്ചത് ഇംപ്രൂവ് ചെയ്ത് തരണം. സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് വേണം, തെറ്റാതെ ചെയ്യണം. ആക്യുറസി അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനിൽ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്പീഡ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. വെറുതെ സ്പീഡിൽ ചെയ്യാൽ പോരാ, അത് കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. സോ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ ലീവിങ്. മെയിൻസിലേക്ക് വരുമ്പോ അവിടെ നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എനിക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വേറൊരാൾക്ക് എളുപ്പമുള്ളത്. ഞാൻ പസിൽസിൽ നല്ല സ്ട്രോങ് ആയിരിക്കാം ഒരു ടൈപ്പ് ഓഫ് പസിൽസിൽ, പക്ഷെ വേറൊരു ടൈപ്പ് ഓഫ് പസിൽ ചിലപ്പോൾ എനിക്ക് എത്ര ചെയ്താലും കിട്ടില്ല. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ആ പസിലാണ്, ഓക്കെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് സമയം അതിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ആ പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. സോ നിങ്ങൾ 100% കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു അരിത്തമെറ്റിക് ഡി എടുക്കുകയാണെങ്കിൽ, ഒരു കേസ്ലെറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ക്യൂയുടെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ 100% അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻഷൻ പാസേജ് വായിക്കുകയാണെങ്കിൽ 100% നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആൻസർ കിട്ടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പോലും അറിയാതെ ടൈം മുന്നോട്ട് പോകും. ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോ 60 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു പസിലൊക്കെ ചെയ്യാൻ ചില കുട്ടികൾ 15 മിനിറ്റ് ഒക്കെ കളയും. ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾ ആ പസിൽ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 45 മിനിറ്റാ. ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ പസിൽ ഉണ്ടാവുള്ളൂ, 40 ക്വസ്റ്റ്യൻ നമ്മൾ ഇനി അറ്റൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറിയുന്നത് മാത്രം ചെയ്ത് ശീലിക്കുക. അപ്പൊ ടൈം മാനേജ്മെന്റ്, അതായത് വിത്തിൻ ടൈം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റ്. അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ വീക്ക് ഏരിയ ഇംപ്രൂവ് ചെയ്യണം. അത് വീണ്ടും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്വിസുകൾ, ഇപ്പൊ നിങ്ങൾ QA ഏത് പാർട്ടാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കിട്ടുന്നില്ല, ആ ഏരിയ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. എറർ കറക്ഷൻ ആണ്, ഇംഗ്ലീഷിൽ എറർ കറക്ഷൻ ആണ് എനിക്ക് കിട്ടാത്തെങ്കിൽ ആ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അത് നിങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അനാലിസിസ് നടത്തിയിരിക്കണം. ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രിലിംസ് എക്സാമുകളുടെ ഇടയിലായിരിക്കും മെയിൻസ് വരാം. ഇപ്പൊ SBA പ്രിലിംസിന്റെ ഇടയ്ക്കായിരിക്കാം ചിലപ്പോൾ IBPS മെയിൻസ് എക്സാം വരാം. സോ പ്രിലിംസിന് വേണ്ടിയും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അതല്ലാതെ മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിലിംസിന് അത് ഉപകാരപ്പെടില്ല. പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മെയിൻസിന് ഉപകാരപ്പെടില്ല. IBPS പിയോന്റെയും IBPS ക്ലർക്കിന്റെയും മോക്ക് ടെസ്റ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും.
RRB പ്രിലിംസും IBPS പ്രിലിംസും എക്സാം വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ രീതിക്കുമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കാം. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഈ കൊല്ലം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും നല്ല ബാങ്കില് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് ഉഷാറാക്കി മെയിൻസിന് വേണ്ടിയുള്ള പഠനം ഇനി വൈകിപ്പിക്കേണ്ട. എൻട്രിയിൽ മെയിൻസ് ബാച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും. നമ്പർ ഒരു വട്ടം കൂടിയും പറയാം, 7736122215 ആണ്. ഗോൾഡ് ബാച്ചും ലൈവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തരും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. മറക്കണ്ട, മോക്ക് ടെസ്റ്റ് അനാലിസിസ് നടത്തണം, വീക്ക് ഏരിയ കണ്ടുപിടിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, അറിയുന്ന ക്വസ്റ്റ്യൻസ്. അറിയാത്ത ക്വസ്റ്റ്യൻസിൽ ഇരുന്ന് വെറുതെ ടൈം പാഴാക്കാതിരിക്കുക. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പഠിച്ചാൽ മതി അല്ലെ, ഉഷാറായിട്ട് ഇരുന്ന് പഠിക്കാം. ടൈം കളയാൻ നമ്മളുടെ കയ്യിലില്ല. ഉള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തണം. യാതൊരു എക്സ്ക്യൂസിനും ഇവിടെ പ്രാധാന്യമില്ല. ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അല്ലെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് സേഫ് ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എന്താണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോ നിങ്ങൾ വേണം ടൈമൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.